റിയൽ ഗെയിമിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അതിന് വ്യൂവേഴ്സും ഇല്ല, ഒരു ലൈക്കും ഇല്ല, ഒരു കമൻറ്റും പോലും ഇല്ല. എന്താണ് ഗൈസ് നിങ്ങൾ? കഷ്ടമുണ്ട്. നമ്മൾക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നൊരു യൂട്യൂബറിനെ ഇച്ചിരിയെങ്കിലും സപ്പോർട്ട് ചെയ്തോടെ ഗൈസ് നിങ്ങൾ. അപ്പോൾ ഞാൻ വേറൊന്നുമില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ ഇത് പറയാം ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുടക്കത്തിലെ പരസ്യമാണല്ല, ഗതിയാണല്ല. എന്നിട്ട് അപ്പോൾ എളിഞ്ഞിച്ച് പോടും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീടുണ്ടാക്കിയത് കഴിഞ്ഞ ഇത് കാണിച്ചിരുന്ന ഗൈസ്, ഇത് നൈറ്റ് കാണാനാണ് ഗൈസ് നല്ലത്. അപ്പോൾ നമ്മൾ നൈറ്റ് ആക്കണം. ഈ ഡേ എന്തിനാ, നൈറ്റ് മതി. മിഡ് നൈറ്റ് ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിൻ്റെ സൗണ്ട്, ഞാൻ ഈ സൗണ്ട് പോസ് ചെയ്യുന്ന അത് കാരണം മൈൻക്രാഫ്റ്റ് വീണ്ടും മൈൻക്രാഫ്റ്റ് പോലും ക്രാഫ്റ്റിംഗ് ബിൽഡിങ്ങാണ്, പക്ഷെ കുഴപ്പമില്ല. തീ പുക കാരണം ഒന്നും കാണുന്നില്ല. പിടിക്കോ എൻ്റെ ഒരു പുക, എനിക്കൊന്നും വേണ്ട പുക. ഇതിനും പുക. ഈ പുക പിന്നെ എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊന്ന് അവിടെ ചെല്ലുക അപ്രതീക്ഷ. ഇതാണ് പുകയുടെ മെയിൻ കാര്യം. ഇവിടെ ഫുള്ളങ്ങ് പുകച്ചാലോ ഗൈസ്. പുക നിങ്ങളങ്ങ് പുകഞ്ഞോ. ഓക്കെ ഗൈസ്, ഇപ്പം ശരിയായി ഗൈസ്. ഇപ്പോൾ ആ പുകയിലിൻ്റെ ഒരു മൂഡ് വന്നത് 4-5 പുക വന്നപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ പുകയ്ക്കാൻ പോയി. നമ്മളൊന്ന് ഇവിടെ അല്ല ഗൈസ്, നമ്മൾ അകത്ത് വെച്ച് ഒരു ചെറിയൊരു പുക ഇവിടെ കൊടുക്കാം. ഇച്ചിരി പുക അങ്ങ് കൂടാൻ നമുക്ക് അടി പിന്നെ പുകച്ചാൽ പോരെ ഗൈസ്. ആദ്യം അതങ്ങ് പൊട്ടിക്ക്. നീ ഇവിടെ ഒരു കുഴി പുക. പക്ഷെ അതാണ് പ്രശ്നം ഗൈസ്, ഒക്കത്തില്ല. അവിടെ പുകച്ച നടക്കത്തില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എന്തോ ചെയ്യും? ഇച്ചിരി പുക എക്സ്ട്രാ വന്നേ പറ്റും. അല്ല ഗൈസ്, ഇവിടെ വല്ലതും പുകച്ചാൽ വല്ലതും അറിയും. എന്തായാലും ഒരു പുക മതി, അവിടെ കിടക്കട്ടെ. ആ ഗൈസ്, ഞാൻ ഈ തീം വിട്ടു പോണേ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ഇത് ഇല്ലേ ക്രിയേറ്റീവ് വേൾഡ് ആക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് നമ്മളിനി ക്രിയേറ്റീവ് ഉള്ള ഇതേ ചെയ്യത്തുള്ളൂ. ക്രിയേറ്റീവ് തന്നെ ആ സമ്പത്തിയുള്ള ഇതേ ചെയ്യത്തുള്ളൂ. നമ്മൾ സർവൈവൽ വേൾഡ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്, പക്ഷേ ഇനിയും നമ്മളിത് ക്രിയേറ്റീവ് വേൾഡായിട്ടാണ് ചെയ്യുന്നത്. സർവൈവൽ വേൾഡ് പിന്നെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇവിടെ ഒന്നിനും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് 2 മരം നടണം ഗൈസ്. നമുക്ക് ഫാം ഉണ്ടാക്കണം. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സൈഡിൽ നല്ലൊരു ഫാം ഉണ്ടാക്കലാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. മരം നട്ടേക്കാം, ചുമ്മാ വളരട്ടെ. ഇവിടെ വേണ്ട, നമ്മൾ എവിടെ മരം നടും? ഇങ്ങോട്ട് വരുന്ന നല്ലൊരു വഴിയും ഉണ്ടാക്കണം ഗൈസ്. നമ്മൾ തുടക്കത്തിൽ നല്ലൊരു വഴി. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം അറിയാമെങ്കിൽ എന്തുവാണെന്ന് പറഞ്ഞു തരൂ. കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറയുന്നത് എന്തുവാണെന്ന് അറിയാമെങ്കിൽ. എന്തി മറ്റേ സംഭവം എന്തി? അത് കാണുവാനായി ചുറ്റിക കാണുവാനായി. നമ്മുടെ ഒരു ചുറ്റിക ഉണ്ടായിരുന്നല്ലോ, എന്തി?
ഇതൊരു ചുറ്റി കമ്പ്രയിലുണ്ടായിരുന്നല്ലോ. ഇല്ല ഗൈസ്, ഒരു ചുറ്റി ഈ ചുറ്റി എന്തോത്തിനുള്ളതാണെന്നൊന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. എന്തോത്തിനാണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീം ഫാം ഉണ്ടാക്കുന്നതാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് വഴിയും ഉണ്ടാക്കണം ഗൈസ്, ഫാമും ഉണ്ടാക്കണം ഗൈസ്. വഴി നമ്മൾ ഉണ്ടാക്കും, അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫാം ഉണ്ടാക്കണം ഗൈസ്. ഈ മരം അവിടെ അങ്ങനെ കിളിച്ച് വന്നാൽ നമ്മളെന്ത് ചെയ്യും? ഫാമിന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് ഇതൊക്കെ ആവശ്യമുണ്ട് ഗൈസ്. ഇല്ല, നമ്മുടെ ഇത് ആവശ്യമുണ്ട്. പിന്നെ എന്തിനു കുറയ്ക്കുന്ന പിന്നെ നമ്മുടെ ഹൊയ്യ ആവശ്യമുണ്ട് ഗൈസ്. വാളൊക്കെ വേറെ എടുക്കാം നമുക്ക്, അല്ലേ ഗൈസ്? അങ്ങോട്ട് പോവും. ഇനി ഇവിടെ അപ്പോൾ നമ്മുടെ പണി തുടങ്ങാം ഗൈസ്. ഞാൻ ഇവിടുന്ന് നേരെ നിരപ്പാക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഈ സൈഡ് ഒന്ന് നേരെ നിരപ്പാക്കുകയാണ് ഗൈസ്. അതിന് മേളിൽ നമുക്ക് വടിയും എടുക്കണം. സീഡ് നടാനുള്ള സീഡ് ഇനി ഞാൻ പറയത്തില്ല, വേറെ നമ്മൾ ഈ സീഡ് ഇട്ടൊന്നുമല്ല ഗൈസ് നടുന്നത്. ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് കുഴിക്കുകയാണ് ഗൈസ്. ഫാമിന് നല്ല വീതി കാട്ടിട്ട് നമ്മൾ ഇത്രയും വെച്ചാണ് ഫാം ഉണ്ടാക്കുന്നത് ഗൈസ്. ഇവിടുന്ന് നേരെ ഇല്ല, നമ്മൾ അവിടം വരെ വെക്കാം. ഈ ഒരു ബ്ലോക്ക് ഇവിടം വരെയാണ് ഗൈസ് നമ്മുടെ ഫാം വെക്കാൻ പോകുന്നത് നമ്മൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് പറയേണ്ടതാണ്, നിങ്ങളതും കേൾക്കാതെ പോവല്ലേ ഗൈസ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് സർവൈവൽ വേൾഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇത് നമ്മൾ ക്രിയേറ്റീവിലാണ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് വേൾഡ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ ഇതുണ്ടാക്കണം, പുതിയ നല്ല വലിയ വീട് വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾ പരമാവധി ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് ചെയ്യാൻ, അത്ര ഇതൊന്നുമില്ല, 100 ലൈക്കും ഒരു 5 കമൻറ്റ് വിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി ലാഭമുണ്ട് ഗൈസ്. അത്രേ എനിക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഫാമിന് നമ്മൾക്ക് ഇത് വേണം ഗൈസ്. ഇവിടെ ഗേറ്റ് പോലത്തെ സംഭവം ഗേറ്റ് സംഭവം ഗേറ്റ് അതാണ്ടോ ഗൈസ്, ഇത് വേണം ഗൈസ്. ആ സാധനം വേണം. പിന്നെ നമ്മുടെ ഡോറ് വേണം ഗൈസ്. ആടെ അറിയില്ല ഗൈസ് ചെയ്ത്. ഓക്കെ, നമ്മൾ ഫാം എടുക്കുന്നതിപ്പോൾ ഞാൻ പറയാം. ഇപ്പം എന്തോന്ന് കണ്ടേ? ഈ ഹൊയ്യ എന്തിന് പുല്ല് വെട്ടാല്ലേ? പൊളിച്ചു. ഈ പരസ്യത്തിനെ കൊണ്ട് ഞാൻ തോറ്റേ. ഓക്കെ, ആ പരസ്യം അങ്ങനെ പോയി ഗൈസ്. ഇതും കൊണ്ട് പോച്ച കളക്കില്ലേ, ഞാൻ ഇപ്പോൾ അറിയുന്ന ഗൈസ്, ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ സാധനം എടുത്തു. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഗൈസ് പണിയുന്നത്. ഇച്ചിരി കൂടി ഇങ്ങോട്ടൊക്കെ പണിഞ്ഞ് ഇങ്ങോട്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഡോറ് വെക്കാനാണ് ഗൈസ് പോകുന്നത്. ഇവിടെ നമ്മൾ ഡോറ് വെക്കും. പിന്നെ നമ്മൾ വീതി
അത് വേണ്ട ഗൈസ്, വീതി അത്ര നമുക്ക് വെക്കാൻ ഒക്കത്തില്ല. ഇത്രയും മതി ഗൈസ്. ഇതാണ് നമ്മുടെ വീതി. ബാക്കി നമ്മൾ പ്ലാങ്ക് വെച്ചാൽ നടാൻ ഒക്കത്തില്ല ഗൈസ്. മഡ് വേണം. ഇത് കിളച്ചാൽ കിട്ടൂല്ല. മഡ് ചെന്നെടുത്തോണ്ട് വരണം. അതാണ് മഡ് ഇവിടെ ഉണ്ടല്ലോ. മഡ് പൊട്ട് അല്ല, ഇതങ്ങ് എടുത്ത് വെച്ചാൽ പോരെ. ഞാൻ ഇത് വെക്കാം. ഓക്കെ ഗൈസ്, നല്ല ഗ്രാസ്. ഇത് കണ്ടു ഒന്ന്. പിന്നെ അപ്പം ഇതൊന്നും തോന്നി. ഇതെന്തോ ഗൈസ് സംഭവം? ഇതും ഇതുപോലത്തെ തന്നെ. ഇങ്ങനത്തെ രണ്ടെണ്ണമായിട്ട് വെച്ചേക്കുന്നു. എന്തായാലും നമുക്ക് ഇതെടുക്കാം ഗൈസ്. പിന്നെ നമ്മുടെ ഇതെടുക്കണം ഗൈസ്. ഞാൻ മറന്നു പോയതൊന്നുമല്ല. അതും ഞാൻ എടുത്തോ? എന്ത് കഷ്ടമാണെന്നറിയോ. ലൈറ്റൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഗൈസ്, നമ്മൾ ഇവിടെ ഡോറും ഫിറ്റ് ചെയ്യാൻ മറന്നു ഗൈസ്. അപ്പോൾ നമ്മൾ 2 ഡോറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നമ്മുടെ ഇത് വെക്കണം ഗൈസ്. നമ്മൾ വീതി പ്ലാൻ ചെയ്യുന്നത് ആ തെങ്ങിൻ്റെ അതേ ഇവിടം വരെ. തെങ്ങിനെയും കൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത് ഫാമിൽ നിർത്താനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇത്രയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വെള്ളത്തിൻ്റെ ഇതുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിൻ്റെ നമ്മുടെ കാര്യം തീരും. അവൻ്റെ നീളം ഇടം വരെയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുകൂടെ ഒന്ന് വെക്കട്ടെ ഗൈസ്. അപ്പോൾ എനിക്കൊരു കാര്യം അറിയത്തില്ല, അതൊന്ന് പറഞ്ഞു തരാമോ ഗൈസ്? എന്തായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ വില്ലേജറിനെ എങ്ങനെ ഫാമിൽ ജോലിക്ക് നിർത്തുന്നത് അറിയാൻ പാടില്ലാഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണേ. അല്ല ഗൈസ്, നമ്മൾ നല്ല ഉഷാർ പൊട്ടത്തരമാണ് ചെയ്തത് ഗൈസ്. ഇവിടെ അല്ല ഇത് വെക്കണം, നമ്മൾ ഒരു ലെയർ കൂടെ ഇവിടെ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതുകൂടെ വെച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ടൊക്കെ തുടങ്ങുന്നില്ലേ, അപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇതുണ്ട് ടെൻഷൻ. അതെങ്ങനെ ഇതിങ്ങനെ ഇത് എന്തുവാ നമ്മുടെ ഇതൊക്കെ എന്തൊക്കെയോ എനിക്ക് അത്ര പിടുത്തമൊന്നുമില്ല യൂട്യൂബിനെ കുറിച്ച്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതല്ലേ ഗൈസ് നിങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു തരാൻ നിങ്ങൾ ശ്രമിക്കുക ഗൈസ്. അതെന്തോ പറ്റിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. നമ്മളിവിടെ ഇങ്ങനെ വെക്കുക. ഇത് ഈസി ഗൈസ്. ഒരു വടി വെക്കുക, കുത്തുക. ഇവിടെ എന്തോ ഹോളൊക്കെ കിടക്കുന്ന. ഓ ഗൈസ്, മഴ തുടങ്ങി. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ മഴ നിൽക്കും. മഴ നിൽക്കുവാണോ അത് ഇത് കളയണോ എന്തോ ചെയ്യണ്ട ഞാൻ ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മൾ മഴയാണേലും കുഴപ്പമില്ല. നമ്മളങ്ങ് വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ സന്ധ്യയായോ എന്തോ? ഇപ്പോൾ ടൈം എത്ര? ഓക്കെ, സെറ്റ്. ഇനി നമ്മുടെ വെതറോടൊന്ന് മാറ്റണം. ഓക്കെ, വെതർ മാറ്റിയില്ല. വെതർ മാറി ഗൈസ്. സൂര്യ ഉദിക്കുന്നു, നമ്മളിവിടെ പട്ടിപ്പണി എടുക്കുന്നു ഗൈസ്. ഗൈസ്, നമ്മൾ ഇത്രയും ഉള്ള ഡയറക്റ്റും പോട്ടെ. ഇതിനകത്താണ് നമ്മൾ ഇനി ഫാം റെഡിയാക്കുന്നത്. എന്തോ ഫാമാണെന്നാ നിങ്ങൾ വിചാരിച്ച്? പശുവിനെയും പട്ടിയും വളർത്തുന്നതൊന്നും അല്ലേ ഗൈസ്.
നമ്മുടെ ഈ ഫാമിനെ കുറിച്ചാണ് പറഞ്ഞത്, നമ്മുടെ നടൽ ഫാം. എനിക്ക് വില്ലേജറിനെ ജോലിക്ക് നിർത്താൻ അറിയത്തില്ല വയസ്സ്, അതെങ്ങനെ നിർത്തുന്നു? അല്ല വയസ്സ്, ഒരു പ്രശ്നമാണ്. ഇത് നനവ് കാരണം ഇങ്ങനെ ആവുന്നല്ലേ. നനവ് കാരണം അങ്ങനെ ആവുന്ന വയസ്സ്. അങ്ങനെ എപ്പോഴും അറിഞ്ഞ് ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കുക. പൈസ നമ്മൾ 2 അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞല്ല നടാൻ പോയത്. അത് നമ്മളിങ്ങനെ ആക്കിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? ഇത് പെട്ടെന്ന് നട്ടില്ലെങ്കിൽ നമ്മുടെ പണിയാകുമെന്ന്. ഇത് കുഴിയുള്ളേ, നമ്മൾ എന്തിനാ കുഴിക്കുന്നത്? പ്രത്യേകിച്ച് എന്തിനാ നമ്മൾ ഈ കുഴി എടുത്തിട്ട് പെട്ടെന്ന് നടണം. സീഡ് കയ്യിലുണ്ടല്ലോ എൻ്റെ കയ്യിൽ. ഓക്കെ, നമ്മൾ കുറച്ച് വീറ്റ് സീഡ് വേണം. അല്ല, ഇത് വീറ്റ് സീഡ് ഇല്ലേ, ഞാൻ എന്തോ പൊട്ടത്തരാണ്. നട്ടങ്ങത് നട്ടുക, കുറേ പെട്ടെന്ന് ചെയ്യണം. എങ്കിൽ ഇത് വീണ്ടും ഇവിടെ പുല്ലായി. പോ ആട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഫാം ആക്കണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട്, അതായത് നമ്മുടെ ആമറോ എന്തോ സംഭവം, അതൊക്കെ വെക്കാൻ വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. അത് അടുത്ത വീഡിയോയിലാണ് ഗൈസ്. ഇപ്പം നമ്മൾ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു വഴി, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വെട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് വേണം ഗൈസ്. എന്തുവാ ഇവിടെ എന്തുവാ ഗൈസ്, എന്തുവാ നമുക്ക് വേണ്ട ഗൈസ്? എന്തോ ഒരു സംഭവമായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ലേ. വാട്ടർ ബക്കറ്റ് വേണം ഗൈസ്. എന്തുകൊണ്ട് ഗൈസ്? വാട്ടർ അതും ഓക്കെ ആയി ഗൈസ്. നീ ഇതങ്ങോട്ട് വെള്ളം നിറയ്ക്കുക. പൊങ്ങ് എല്ലാം പൊങ്ങ്. നല്ല തോതി വെള്ളം പോകണം. അപ്പോൾ ഇവിടെ റെഡിയായി ഗൈസ്. ഇനി നമ്മൾ ചെയ്യുന്ന പിന്നെ അപ്പോൾ വീണ്ടും പരസ്യമായി ഗൈസ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ ഒന്നും മിണ്ടാതായിരുന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഗൈസ് ഓർത്ത്, ഞാൻ മിണ്ടായിരിക്കുമായിരുന്നു ഗൈസ്. ഇനി മിണ്ടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേക കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇച്ചിരിയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആദ്യമായിട്ട് തുടങ്ങിയ ആ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗൈസ്. ഇച്ചിരിയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ചുമ്മാതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഗൈസ്. ഞാനിനി ഇതിൽ കൂടുതൽ എന്താ പറയാനാണ് ഗൈസ്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ എന്തേലും ഒന്നല്ല, നിങ്ങൾക്ക് ലൈക്കോ ഒരു കമൻറ്റോ ചുമ്മാ എന്തേലും മതി. ഒരു ഹാർട്ട്, അങ്ങനെ എന്തേലും ഒന്ന് മതി. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ
അവിടെ എന്തോ തേങ്ങ കൊണ്ട് വെക്കാനവിടെ സാൻഡായിരുന്നു. ഉപ്പ് വെള്ളത്തിൻ്റെ ഇല്ല. ഇവിടെ നമ്മളിനി എങ്ങനെ തോണ്ടാനാ? പൈസ ഇത് ഒക്കത്തില്ല പൈസ. നമ്മൾ നേരെ പോയി നല്ല മഡ് എടുത്തുകൊണ്ട് വരണം. എന്നാലേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ കല്ലേലും വെള്ളം നിറയ്ക്കാനുള്ളത്. ഇപ്പം എന്തോ കാണിച്ച് കല്ലേലും വെള്ളം നിറയ്ക്കാനുള്ള സ്ഥലമില്ല. ഇതൊന്ന് ചെയ്താൽ പോരെ? ചെറുങ്ങ് തുറന്നിട്ടാൽ പോരെ? പൈസ കൂടി ഇനി കുഴിക്കണം ഗൈസ്. ഇതല്ലല്ലോ ഗൈസ്. പൈസ നമ്മുടെ ഫാം ഇത് ആക്കിയാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വഴി റെഡിയാക്കാം ഗൈസ്. ഇനി നമ്മൾ വഴി സെറ്റാക്കുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ഫാമിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞു ഗൈസ്. നമ്മുടെ ഫാമിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞ്. ഇനിയും നമുക്ക് വേണ്ടത് ഒന്നുമില്ല. വേണ്ടത് ഇപ്പം ഇങ്ങനെ ഇരിക്കും. പോരുണ്ടാകുന്ന ആയിക്കോട്ടെ. നമുക്ക് ഇന്ത്യയുടെ നോക്കാം. ഇന്ത്യയാണോ ഇന്ത്യയിലൂടെ ഇവിടെ ഇന്ത്യ. അപ്പോൾ എല്ലാം കഴിഞ്ഞ വയസ്സ് നമ്മുടെ ഫാമിൻ്റെ പണി കഴിഞ്ഞ വയസ്സ്. ഇതാണ് നമ്മുടെ ഫാം, വീറ്റ് ഫാം. ഇത്രയൊക്കെ നട്ടാൽ മതിയോന്നും അറിയത്തില്ല. അപ്പോൾ എന്തോ കിളിക്കുമെന്ന് ആർക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വന്നത് അല്ല. അടുത്തത് നമ്മളിവിടെ 2 സാധനം ചെയ്തില്ല. ഓക്കെ, നമ്മുടെ മറ്റേ സംഭവം നമ്മൾ ലൈറ്റും വെക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഇനി ഇങ്ങനെ വെക്കാൻ പോവുകയാണ് ഗൈസ്. ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴല്ലേ ഗൈസ് മനസ്സിലായി ഞാൻ വെച്ച ഡോറായിരുന്നു. അപ്പോൾ ഗൈസ് വീണ്ടും പരസ്യം എനിക്ക് സഹിക്കുന്നില്ല ഗൈസ്. പരസ്യം. അപ്പോൾ പരസ്യം കഴിഞ്ഞ് ഗൈസ്. നമ്മളെന്തോരം ചെയ്യാൻ വന്നു. നമ്മൾ ഇനിയും മഡൊന്നുമില്ല ഗൈസ്. മഡിൻ്റെ എപ്പോഴും ഒരു ആവശ്യം എൻ്റെ കയ്യിലാണ്. മഡ് വേണ്ട. ഒരു സാൻഡ് ബ്ലോക്ക് വെച്ചാൽ അത്ര വലിയ അടയ്ക്കാൻ പറ്റിയ തോളൊന്നും ഇല്ലല്ലോ. ഓ ഗൈസ് നമ്മൾ വീണ്ടും വെച്ച് അവിടെ എത്ര ആയിരുന്നു നമ്മൾ വെച്ച് 2 അല്ലേ? ഓക്കെ ഗൈസ് 2 ആണ് നമ്മൾ വെച്ച്. പിന്നെ നമ്മൾ കുനിഞ്ഞിട്ട് ലൈറ്റ് വെക്കണം ഗൈസ്. ഓക്കെ ഗൈസ് ശരിയായില്ലേ ഗൈസ്? ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിൽ ഒരു വഴി വെക്കലാണ് ഗൈസ്. നമ്മളിവിടെ ഒരു ഇത് വെച്ചു.
ഇങ്ങോട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വഴി നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയാൽ പോരല്ലോ. എനിക്ക് തോന്നിയാൽ പോരെ, വേറെയുള്ളവർക്ക് തോന്നണോ? ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ ഇത് ഇടിയാണ്. ആരുടെ ഐഡിയ കേട്ടാൻ പറഞ്ഞു? ഞാൻ നോക്കുമ്പോൾ ഇടിയില്ല ഗൈസ്. നമ്മൾ 3 വാതിലൊക്കെ വെച്ച് എന്തിനു വെച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ഡോറ് നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. പ്ലീസ് നമ്മുടെ വഴി നമ്മൾ റെഡിയാക്കുകയാണ് ഗൈസ്. പ്ലീസ് നമ്മുടെ വഴി നമ്മൾ ശരിയാക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വഴിയും സെറ്റാക്കി ഗൈസ്. ഇത് വഴിയൊക്കെ എന്തിനാണ് സെറ്റാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ചുമ്മാ അങ്ങോട്ട് എന്താണ്. അപ്പോൾ നമ്മുടെ വഴി നമ്മൾ ശരിയാക്കി. ഓക്കെ, ഇതൊക്കെ മതി. ഇത് കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് കയറിപ്പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോ അണ്ടർഗ്രൗണ്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉറക്കം ചെയ്തു. ഇവിടെ നിന്നൊന്നും ഇല്ലല്ലേ? ഇല്ല, പറഞ്ഞപ്പോഴോ ഞാൻ ഓർത്ത്. എവിടെ ഞാൻ ജനാല വെച്ച് ഇപ്പോൾ ബാൽക്കണി നോക്കാം. എന്തിനാ ബാൽക്കണി വരെ വന്നല്ലേ? ബാൽക്കണി ഓപ്പൺ ചെയ്തു. ഞാൻ ഇപ്പോൾ നമ്മുടെ വീട് റെഡി. വീടിന് മുന്നിൽ കൂടെയുള്ള വഴിയുമായി ഗൈസ്. ഇപ്പം നല്ലൊരു ഇതുണ്ട് ഗൈസ് അല്ലേ? പുതിയൊരു ഇതുണ്ട് ഗൈസ്. നമ്മൾ വീട് പ്ലാങ്കും കൊണ്ടാണ് വെച്ചത്. പിന്നെ ഇത് ഒരു മരം, പിന്നെ നമ്മുടെ വഴി, വീട് ഗൈസ്. നമ്മൾ പിന്നെ എൻ്റെ എപ്പോഴേലും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ഗൈസ്. ഇനി ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ ഗൈസ്. നമ്മൾ ഓടിയതേ ഉള്ളൂ, വേറെ വല്ലതും ഓടും താൻ പോടും. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ എല്ലാവരുടെയും സ്ഥാനത്തോട്ടാണ് കയറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കളിക്കകത്ത് കയറിയതാണ്. പക്ഷേ നമ്മൾ ബാക്കായി പോയി ഗൈസ്. ഇതിനി ആവട്ടെ ഗൈസ്. 5 മിനിറ്റ് ഒന്നും വേണ്ട, ഇപ്പോൾ ആവും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീട്. ഓക്കെ ഗൈസ്, അപ്പോൾ മിഡ് നൈറ്റാക്കി കാണിച്ചു തരാം ഗൈസ്. മിഡ് നൈറ്റ് ആക്കുന്നത് നമ്മൾ തിരിയുന്നത് ഗൈസ്. എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് ഇത് പോന്നു. അവിടെ എന്താ ഒരു അസലായിട്ട് തെറ്റി ഗൈസ്. ഓക്കെ, അങ്ങോട്ട് തന്നെ പോവാം ഗൈസ്. ഇവിടെ എന്തൊരു പ്രകാശം. ഇത് വീട്, ഞാൻ വലത്തോട്ടാ പോയത്. ഒരു വീട് അങ്ങോട്ട്, ഒരു വീടിന് അതുകൊണ്ടൊരു വീട്.
അവിടെ ഒരു പ്രകാശം അവിടെ പോയല്ലേ എടാ ഒരു വീട്രാ ആ എന്നാണ് ഞാൻ പറഞ്ഞ ഒരു ഇൻട്രോ വരുമ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് വരും. പുക വരുന്നില്ല വയസ്സ് ഇതറാ പുക വരാത്ത പുക വന്നു കേൾക്കാൻ അനുസരണ ഉണ്ട് കണ്ടോ വയസ്സ്. നമ്മളിവിടുന്ന് വന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ഗൈസ്. ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീടും ഫാമും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ റിയൽ ഗെയിമിങ് റിയൽ ഗെയിമിങ് സൈനിങ് ഔട്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ബിഗിനർ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഒരു എൻകറേജ് ചെയ്തിട്ട് പോവുകയാണ് ഗൈസ്. റിയൽ ഗെയിമിങ് സൈനിങ് ഔട്ട്.